നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പയ്യന്നൂരിലെ സി നിഖില എന്ന 30-കാരി ബുള്ളറ്റ് ലേഡി എന്നാണ് ഇവർ നാട്ടിലറിയപ്പെടുന്നത്. പഠിക്കാനൊക്കെ മിടുക്കിയായിരുന്നു സുന്ദരി. എന്നാൽ പഠനകാലത്ത് തന്നെ അവർക്ക് താളം തെറ്റി. മയക്കുമരുന്നിന്റെ ലോകത്തേക്ക് അവരെ ചില സുഹൃത്തുക്കൾ വലിച്ചെടുപ്പിച്ചു. ഇപ്പോഴിതാ മാരക ലഹരി മരുന്ന് മെത്താഫിറ്റമിനുമായി ഈ യുവതി അറസ്റ്റിൽ. 4 ഗ്രാം മെത്താഫിറ്റമിനുമായി യുവതിയെ വീട്ടിൽ വെച്ചാണ് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്യുന്നത്. വിൽപ്പന നടത്താൻ ബംഗളൂരുവിൽ നിന്നെത്തിച്ച മെത്താഫിറ്റമിനാണ് എക്സൈസ് സംഘം പിടിച്ചെടുത്തത്. 2023 നിഖിലയെക്കുറിച്ചുള്ള വിവരങ്ങൾ വലിയ വാർത്താ പ്രാധാന്യം നേടുന്നത്. അന്നവർ എക്സൈസ് പിടിയിലകപ്പെട്ടത് 2 കിലോ കഞ്ചാവുമായി. കേരളത്തിൽ മാത്രമല്ല നിഖിലയുടെ വിഹാരരംഗം. പല സംസ്ഥാനങ്ങളിലും അവർ തന്റെ ബുള്ളറ്റിലൂടെ ചീറിപ്പായുന്നു. ഈ യാത്രകളിൽ ഒരുപാട് പേരെ പരിചയപ്പെടും. അവരെയൊക്കെ പിന്നീട് തന്റെ മയക്കുമരുന്ന് കച്ചവടത്തിൽ കണ്ണികളാക്കും. ബുള്ളറ്റ് ലേഡി എന്നാണിവർ നാട്ടിലും പരിസരത്തുമൊക്കെ അറിയപ്പെടുന്നത്. ബുള്ളറ്റ് യാത്രയിലൂടെ ലഭിച്ച സൗഹൃദങ്ങൾ തന്നെയാണ് അവരുടെ കച്ചവടത്തിൽ കൂടുതൽ അവർക്ക് കരുത്തു പകർന്നത്. പഠിക്കാൻ മിടുക്കിയായ നിഖിലയ്ക്ക് ജീവിതം താളം തെറ്റിയത് മയക്കുമരുന്നിന്റെ ലോകത്തെത്തിയപ്പോൾ. പിന്നീട് പയ്യന്നൂരിൽ ഒരു സെയിൽസ് ഗേളായി ജോയിൻ ചെയ്തു. ആ കാലഘട്ടത്തിൽ മയക്കുമരുന്ന് കണ്ണുകളിൽപ്പെട്ട ചിലർ അവരുടെ സുഹൃത്തായി. പിന്നീട് ലഹരി സംഘങ്ങളുമായി ബന്ധം. ബുള്ളറ്റിൽ ചീറിപ്പാഞ്ഞ് സ്പെഷ്യൽ ഐറ്റം പല സ്ഥലങ്ങളിലും എത്തിക്കാൻ മിടുമിടുക്കി. കഞ്ചാവ് വിറ്റ കേസിൽ പിടിയിലകപ്പെട്ടപ്പോൾ മാരക മയക്കുമരുന്ന് കച്ചവടത്തിലേക്ക് അവർ തിരിഞ്ഞു. പിന്നീട് ബംഗളൂരുവിൽ പോയി മയക്കുമരുന്ന് വാങ്ങി അത് കേരളത്തിലെത്തിച്ച് വിൽക്കുകയായിരുന്നു അവരുടെ മുഖ്യ ദൗത്യം. ലഹരിയുടെ വഴിയെ കൗമാരപ്രായക്കാരും യുവത്വവുമൊക്കെ പോയി തുലയുന്ന നിരവധി കാഴ്ചകളാണ് നമുക്ക് മുന്നിലുള്ളത്. സി നിഖില ഒറ്റപ്പെട്ട ഒരു ഓർമ്മപ്പെടുത്തലല്ല. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരം യുവതികൾ ഇപ്പോൾ വിഹരിക്കുകയാണ്. മയക്കുമരുന്ന് കച്ചവടത്തിലെ മുഖ്യ റോളുകാർ ഇപ്പോൾ യുവതികൾ തന്നെയാണ്. സുന്ദരികളായ യുവതികൾ ഒന്നുകിൽ ആഡംബരക്കാറിൽ അല്ലെങ്കിൽ ബൈക്കിൽ കറങ്ങി നടന്നുകൊണ്ടാണ് ഈ മയക്കുമരുന്ന് കച്ചവടം അധികവും. രാസലഹരി ഇന്ന് യുവതയുടെ ഒരു വലിയ ശാപമായി മാറിയിരിക്കുന്നു. പല സ്ഥലങ്ങളിലും മദ്യത്തിൽ നിന്ന് വഴുതി മാറി മയക്കുമരുന്നിലേക്കും രാസലഹരിയിലേക്കും യുവത്വം വീടിരിക്കുന്നു. MDMAയും LSDയും ഒക്കെ ഇത് കേരളത്തിൽ സുലഭമായി കിട്ടുന്ന ലഹരിയാണ്. ഇതിനെതിരെ ഒരുപാട് മുൻകരുതലുകൾ നമ്മുടെ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് എന്നവർ പറയുന്നു. കൊച്ചിയിൽ ഡാൻസ് ഓഫ് അടക്കമുള്ള സംവിധാനങ്ങൾ. എന്നിട്ടും എക്സൈസ് സംഘത്തിൻ്റെയും ഡാൻസ് ഓഫ് സംഘത്തിൻ്റെയും ഒക്കെ കണ്ണുവെട്ടിച്ച് മാഫിയ സംഘങ്ങൾ ഇവിടെ അരങ്ങ് കൊഴുക്കുകയാണ്. പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും കാഴ്ച നമ്മെ അമ്പരപ്പിച്ചു കളയും. കൗമാരക്കാർ ലഹരിക്കടിമപ്പെട്ട അവസ്ഥ. ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിരവധി സ്ത്രീകളും യുവതികളുമൊക്കെയാണ് എക്സൈസിന്റെയും പോലീസിന്റെയും ഒക്കെ പിടിയിൽ അകപ്പെടുന്നത്. സ്കൂൾ പഠനകാലത്ത് നിഖില പഠനത്തിൽ മിടുക്കിയായിരുന്നു. എന്നാൽ അവൾക്ക് അവളുടെ പഠന ജീവിതം താളം തെറ്റിയതോടെ പിന്നീട് ലഹരിയുടെ ലോകത്തായി. കേരളത്തിൽ മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിലും അവൾ അറിയപ്പെടുന്നത് ബുള്ളറ്റ് ലേഡി എന്ന പേരിൽ. പയ്യന്നൂർ കേന്ദ്രീകരിച്ച് വലിയ മാഫിയ സംഘം അവർക്ക് പിന്നിലുണ്ട്. വടക്കൻ മലബാറിൽ ഒരു ലേഡി ഡോണായി വളർന്നു വരികയാണ് തന്റെ ലക്ഷ്യമെന്ന് അടുത്ത ആളുകളോട് അവർ പറഞ്ഞിരുന്നു. ആദ്യം ലഹരി ഉപയോഗത്തിലേക്ക്, പിന്നീട് ലഹരി കച്ചവടത്തിലേക്ക്. ലഹരി കച്ചവടത്തിൽ പണം വന്നു ചേർന്നതോടെ നിഖിലയുടെ സ്വഭാവവും ബന്ധങ്ങളുമൊക്കെ മാറി. മിക്ക ദിവസങ്ങളിലും ബംഗളൂരുവിലേക്കുള്ള യാത്ര. തിരികെ നാട്ടിലേക്കെത്തുമ്പോൾ നിരവധി അപരിചിതരും അവർക്കൊപ്പം ഉണ്ടാവുക സാധാരണയാണ്. പയ്യന്നൂർ മുല്ലക്കോട് സ്വദേശിനിയാണ് നിഖില. കഞ്ചാവിനേക്കാൾ MDMA പോലെയുള്ള രാസലഹരിയിൽ യുവാക്കൾക്ക് താല്പര്യം വർദ്ധിച്ചതോടെ കഞ്ചാവ് കച്ചവടത്തിൽ നിന്ന് നിഖില മയക്കുമരുന്ന് കച്ചവടത്തിലേക്ക് മാറുകയായിരുന്നു. യുവതിയുടെ അറസ്റ്റ് എക്സൈസ് രേഖപ്പെടുത്തി. പയ്യന്നൂർ എക്സൈസ് സംഘം മുല്ലക്കോടിലെ ഇവരുടെ വീട്ടിലെത്തി പരിശോധന നടത്തുമ്പോഴാണ് ഈ 4 ഗ്രാം മെത്താഫിറ്റമിൻ കണ്ടെടുക്കുന്നത്. നേരത്തെ ഇവരുടെ തന്നെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് 2 കിലോഗ്രാമോളം കഞ്ചാവ് അന്ന് എക്സൈസ് സംഘം പിടികൂടുന്നത്. പാക്കറ്റുകളിലാക്കി വിൽക്കാൻ തയ്യാറാക്കി വെച്ചിരുന്ന കഞ്ചാവ് പൊതികളാണ് അന്ന് എക്സൈസ് സംഘം പിടിച്ചെടുത്തത്. ഇതര സംസ്ഥാനങ്ങളിലടക്കം കഞ്ചാവ് വിൽക്കുന്ന നിഖില ചെറു പാക്കറ്റുകളിലാക്കി ബുള്ളറ്റിന്റെ പല ഭാഗങ്ങളിൽ ഒളിപ്പിച്ച് കേരളത്തിൽ നിന്ന് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കഞ്ചാവ് പൊതികൾ കടത്തുന്നുണ്ട് എന്ന് എക്സൈസ് സംഘം പറയുന്നു. അടുത്ത കാലത്തായി അവർ മെത്താഫിറ്റമിൻ പോലെ മാരകമായ രാസലഹരിയിലേക്ക് തിരിഞ്ഞു എന്ന് വിശ്വസനീയമായ ചില സൂചനകൾ ലഭിച്ചതിനെ തുടർന്നാണ് തങ്ങൾ ഇത്തരമൊരു റെയ്ഡ് സംഘടിപ്പിച്ചത് എന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. നിഖില ഒറ്റയ്ക്കല്ല എന്ന് എക്സൈസ് സംഘത്തിന് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ബോധ്യം വന്നു. നിരവധി സംഘാംഗങ്ങൾ ഈ യുവതിക്ക് പിന്നിലുണ്ട്. നേരത്തെ വലിയ മാഫിയ സംഘത്തിന്റെ കണ്ണിയായി പ്രവർത്തിച്ചിരുന്ന നിഖില ഇപ്പോൾ സ്വന്തം സംഘത്തെ വാർത്തെടുക്കാനുള്ള ശ്രമത്തിലാണ്.
നിരവധി ഗുണ്ടകളെ തനിക്കൊപ്പം ചേർത്ത് വലിയ മാഫിയ സംവിധാനമാണ് നിഖില ഇപ്പോൾ ഒരുക്കിക്കൊണ്ടിരുന്നത്. മലബാർ ലേഡി ഡോൺ എന്നറിയപ്പെടാൻ അവർ ആഗ്രഹിച്ചു. ഇത്തരത്തിൽ പല യുവതികളും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇപ്പോൾ മയക്കുമരുന്ന് കച്ചവടത്തിൻ്റെ പേരിൽ കൂടുതൽ ക്രിമിനൽ സ്വഭാവം കൈവന്നിരിക്കുന്നു. എറണാകുളത്ത് കഴിഞ്ഞയാഴ്ച ഒരു യുവതിയെ മയക്കുമരുന്ന് കച്ചവടത്തിനിടെ പോലീസ് പിടികൂടിയത് നമ്മൾ വായിച്ചിരുന്നു. കൊല്ലത്തടക്കം നിരവധി ഭാഗങ്ങളിൽ നിരവധി യുവതികളാണ് എക്സൈസിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ പിടിയിലകപ്പെടുന്നത്. കൗമാരക്കാരെ വഴിതെറ്റിക്കാൻ, പ്രത്യേകിച്ച് കൗമാരപ്രായത്തിലുള്ള ആൺകുട്ടികളെ ലഹരി കച്ചവടത്തിലേക്ക് അല്ലെങ്കിൽ ലഹരി ഉപയോഗത്തിലേക്ക് കൊണ്ടുവരാൻ ഇത്തരം യുവതികൾക്കും കൗമാരപ്രായം കഴിഞ്ഞ പെൺകുട്ടികൾക്കുമൊക്കെ കഴിയും. അത് മുന്നിൽ കണ്ടാണ് ഈ മാഫിയ സംഘം ഇത്തരം യുവതികളെ കളത്തിലിറക്കുന്നത്. അവരാകട്ടെ ഈ കച്ചവടത്തിൽ വലിയ പണം കയ്യിൽ വന്നു ചേരുന്നതോടെ മറ്റൊരു ലോകത്തെത്തുന്നു. അതുതന്നെയാണ് ബംഗളൂരു ചെന്നൈ ബന്ധങ്ങളുടെ പൊരുളും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.